വെച്ചിട്ട് കണ്ണനുണ്ട് പോവാണ്. ചേച്ചി മുന്നേ പോയിട്ടുണ്ട്, ആൾക്ക് വേറൊരു സ്ഥലം വരെ പോവാണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ബൈ പറഞ്ഞേ. അപ്പം ഞങ്ങൾക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്രിൻസൻ ചേട്ടൻ. ഈ ചേട്ടൻ്റെ ഓട്ടോ തന്നെയാട്ടാ ഞങ്ങൾ ഇന്നും വിളിക്കാറ്. ഇത് ചേട്ടന്മാരുടെ കൂട്ടുകാരനും കൂടിയാണ്. ആളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാട്ടാ. ചേട്ടന്മാരുള്ളപ്പോൾ കൂട്ടുകാരൻ്റെ കാറ് അല്ലെങ്കിൽ പിന്നെ വീട്ടിലത്തെ 2 വീലറൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോവാറ്. അപ്പം ഇല്ലാത്തപ്പോൾ ആളെ വിളിക്കും. വിളിച്ചാൽ അപ്പം തന്നെ വരും കേട്ടോ. അത്രയ്ക്കും നല്ല സ്നേഹമുള്ള ചേട്ടനാണ്. അപ്പോൾ അമ്പലം എത്തി. ഞങ്ങൾ അമ്പലം വരുന്നത് നമ്പഴിക്കാട് ഭാഗത്താട്ടാ. ബസ്സിനും വരാട്ടാ, ബസ്സും ഉണ്ട് ഞങ്ങൾ അവിടുന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞങ്ങളെ തറവാട്ടമ്പലത്തിൻ്റെ പേര് പുല്ലാനിപ്പറമ്പത്താണ് കേട്ടോ ഞങ്ങൾ തറവാട്ട് പേര്. അപ്പോൾ ഇതൊക്കെയും ഞങ്ങൾ തറവാട്ടിത്തെ ആൾക്കാരുടെ വീട് തന്നെയാണ്, വേണ്ടപ്പെട്ടവരുടെ വീട് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇറക്കിയിട്ട് ആ ചേട്ടൻ പോയിട്ടാ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. എന്തായാലും ഒന്നാമതേ കാരണം പൂജകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിൽക്കണമല്ലോ. അപ്പോൾ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണേ നല്ല ഇതിൽ പോയിട്ടാ, വലിയ ആളുടെ പോലെ ഇത് അമ്പലത്തേക്ക് പോയി. അപ്പോൾ അമ്മാമ്മ അതവിടെ അടുത്തുള്ള അമ്മാമ്മ തന്നെയാണ്. അപ്പോൾ ഇവരെ കുറുമ്പന്മാരെന്നാ വിളിക്കാട്ടാ. അപ്പോൾ എന്തോ അമ്മാമ്മ അവരോട് ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഇന്നൊരു ചോറൂണ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചോറൂണൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങൾ വന്ന ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് കൊടുക്കാനുള്ള ഉണ്ണിയാണ് കേട്ടത്. ഈ ഉണ്ണീനെ വെച്ചെങ്കിൽ ഇവർക്ക് നല്ല ഇഷ്ടമായിട്ട് ഉണ്ണീനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാശിയായി തുടങ്ങി. ഉണ്ണിക്ക് ഉമ്മ കൊടുത്തിട്ട് അതിനെ കരയിപ്പിച്ചു. ഇവർ അത്രയ്ക്കും വില്ലന്മാരായിട്ടവർ 4 പേരെയും കൊണ്ടുവന്നാൽ പിന്നെ പറയണ്ട. ഞങ്ങൾ വേഗം തന്നെ തൊഴുതിട്ട് പോവാറ് ചെയ്യുക 4 പേരെയൊക്കെ ആയിട്ട് വന്നാലേട്ടാ. അപ്പോൾ ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ ചില്ലറ പൈസ ഭണ്ഡാരത്തിലിടാൻ നല്ല ഇഷ്ടമാണ്. അത് കൊടുത്താലോ നമ്മൾ പെട്ടുപോകും. നമ്മൾ പേഴ്സിൽ എത്ര പോലും പൈസ ഉണ്ട് അതൊക്കെ അവർക്ക് അതിലിടേണ്ടി വരും. അപ്പോൾ അമ്മ അച്ഛമ്മയും മക്കളും കൂടിയിട്ട് അവിടെ പ്രാർത്ഥിക്കണമുണ്ട്, പൈസ ഇടണമുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ മെല്ലനെ വേഗം തൊഴുതിട്ട് വീഡിയോ എടുക്കണം കാരണം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് അച്ഛമ്മയും മക്കളൊക്കെ അവിടെ പ്രാർത്ഥിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇന്ന് 1-ാം തീയതി കാരണം തന്നെ പൂജ ഇത്തിരി വൈകിട്ടാണ് തുടങ്ങുക, കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ പൂജകളുണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളോടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ കുറച്ചെടുത്തോളൂ. അപ്പോൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ ഒരു ജാതി മരം കണ്ടു. കുറേ ജാതിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നിലത്ത് വീണ് എടുക്കണമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു ഇത് അച്ചാറൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അച്ചാർ ഉണ്ടാക്കാണ് കാര്യം. അപ്പോഴേക്കിനും ഇവിടെ ചോറൂണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണികൾ 2 നോക്കി നിൽക്കട്ടെ എന്താ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്കിനും ചേച്ചി വിളിച്ചു. ആളിവിടെ എത്തിയിട്ടുണ്ട്, ഉണ്ണികളെയും കൊണ്ട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു പോയിക്കോ, ഇവരായിട്ട് ഇവിടെ കുറേ നേരം നിന്നാൽ ശരിയാവില്ലല്ലോ, അമ്മ ബസ്സിന് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തെ ചേച്ചി ഞങ്ങളെ കാണാണ്ടായപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് കൊടുക്കാണ്ടായിരുന്ന ഉണ്ണിയും അവരും പോവുകയാണ് കേട്ടോ. ഇന്ന് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ 1-ാം തീയതി കുറേ ആൾക്കാരുണ്ടാവാറുണ്ട്. വണ്ടിമേലാട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾ. അപ്പോൾ പോവാണ്. സത്യം പറഞ്ഞാൽ ഇവരായിട്ടൊന്നും വന്നാൽ മനസ്സറിഞ്ഞൊന്നും തൊഴാൻ പറ്റാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 4 പേർക്കും നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അത് എടുത്തിട്ട് കഴിക്കുകയാണ്. പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ പോകുമ്പോൾ തന്നെ എല്ലാതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ചോറും കൂട്ടാനൊക്കെ വെച്ച് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കളിക്കായിരുന്നു കേട്ടോ. ഇവരുടെ അടുത്ത് എപ്പോഴും ആൾ വേണം, അല്ലെങ്കിൽ കണ്ണ് തെറ്റിയ തല്ലൂടെ. അതുകൊണ്ട് ഇവരുടെ അടുത്ത് തന്നെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും. ഇന്ന് സാമ്പാറും വെണ്ടയ്ക്കുപ്പേരിയും പപ്പടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളതൊന്നും ഞാൻ എടുത്തില്ല. ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് 4 മണിയായപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. അമ്മായിയുടെ വീട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്ക ഇടാൻ പോയ വീട്ടിലത്തെ അമ്മായിയാണ്. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയായിട്ടവർ. അപ്പോൾ അവിടുന്ന് ചക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചി. അപ്പോൾ ചക്ക ഇടാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ. ചക്ക അപ്പോഴേക്കിനും അമ്മായി അവിടുന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പറമ്പിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്മായി, വിലാസിനി അമ്മായി. അത് അമ്മായിയുടെ ഭർത്താവാട്ടാ. അപ്പോൾ അവിടേക്ക് ചെന്നപ്പോൾ തന്നെ കുറേ പച്ചമുളക് ഒക്കെ ഇങ്ങനെ ചൂഞ്ഞമുളക് ഉണ്ടായി നിൽക്കണുണ്ട്. ഇവിടെ കുറേ കൃഷികളുണ്ട് കേട്ടോ. കൃഷിയുണ്ട്, പൂക്കളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അമ്മായി അങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല, എല്ലാതും ചെയ്യണ കൂട്ടത്തിലാണ്. ഞങ്ങളെപ്പോഴും ചീത്ത പറയുള്ള ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നൊക്കെ കുറച്ച് ചെടിയൊക്കെ കൊണ്ടിട്ട് അവിടെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ചെടിയും കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്.
ചേച്ചി ഇതുവരെ ഈ അമ്മായിയുടെ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളായിട്ട് ഞാൻ വന്നു. ഞാനും ആദും ചേച്ചിയും കൂടിയിട്ടാണ് വന്നു കേട്ടോ. മറ്റവരൊന്നും കൂടി കൂടുന്നുണ്ടായിരുന്നില്ല. അവരായിട്ട് വന്നല്ലേ തീരെയും ശരിയാവില്ല. അമ്മായിയുടെ വീടിൻ്റെ ബാക്കിലാന്ന് വെച്ചെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പാടമൊക്കെയാണ് അവിടെ. എന്തൊരു ഭംഗിയാണ് കാണാൻ. അവിടെ ഇപ്പം നിന്നിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിപ്പോൾ ഇവിടുന്ന് വീട്ടിലത്തെ നായേനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെ പരിചയമില്ലാത്ത ഭയങ്കര കുരക്കലായിരുന്നു കേട്ടോ. അപ്പം ചക്കയൊക്കെ 3 എണ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പഴുത്തത് ഏതാ എങ്ങനെയാ അറിയാന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അമ്മായി ചേച്ചിക്ക്. അപ്പോൾ ഇങ്ങനെ അടിച്ചാൽ സൗണ്ട് വ്യത്യാസം നോക്കിയിട്ട് അറിയാമെന്നൊക്കെ പറയാണ്. ഇത് അവർ വീട്ടിലെ സപ്പോട്ടന്മാരാട്ടോ. കുറേ സപ്പോട്ടകൾ ഇപ്പോൾ കുറച്ചാണ് ഉണ്ടായിട്ടുള്ള. കുറേ ഉണ്ടാവാറുണ്ട്, ഞങ്ങൾക്കൊക്കെ തരാറുണ്ട്. പിന്നെ ഇത് ലൂബിക്കന്മാരാണ്. ലൂബിക്ക ഉണ്ടായാലും അത് കുറേ തരും. എന്നിട്ട് ഞങ്ങൾ ഉപ്പിലിട്ടേക്കും അച്ചാറിട്ട് വയ്ക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അമ്മയുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എടുത്തതാണ് കേട്ടോ. അവരെ പുതിയ വീടാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് വെറുതെ എടുത്തുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു കൃഷ്ണനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ചക്ക വറുത്തൊക്കെ കഴിക്കാൻ തന്നു. അമ്മായി എന്നെ വറുത്ത് വെച്ചതാണ്, കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വേഗം അവിടെ ഇരുന്നില്ല, പോവാൻ നോക്കി. അവിടെ പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ആയി കഴിഞ്ഞാൽ ചേച്ചിക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോവാണ്. ചക്കയും കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ട്. ചെടി തരുമ്പോൾ പ്രത്യേകമായിട്ട് പറയണ്ടായിരുന്നു കേട്ടോ. ഈ ചെടി കൊണ്ടുപോകണതൊക്കെ അവിടെ വീട്ടിൽ ഞാൻ വരുമ്പോൾ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് തരണേട്ടാ. ഞങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മായിക്ക് ചെടി തരാൻ ഇത്തിരി മടിയുണ്ട്. അമ്മായി അഞ്ചെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ചെടികളും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. ഒരു ഹോബിയാണ് കേട്ടോ അമ്മായിക്ക് ചെടികളും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരമായി വരുമ്പോൾ. ഇത് പിന്നെ ഞങ്ങളെ വീട്ടിലെ തറയാണ് കേട്ടോ. ഇവിടെ 3 ദൈവങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാർ വെച്ചു. നീല ആകാശമൊക്കെ ആയി. നല്ല മഴക്കാറും കാറ്റൊക്കെ വീശിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ മേലെഴുകാൻ പോയി. മേലെഴുകി വരുമ്പോൾ കണ്ട കാഴ്ചയാണ് മോൻ മഴയത്ത് നിന്ന് കളിക്കുക. വേഗം ഒരു വടി എടുത്തിട്ടാണ് അടിച്ചങ്ങോട്ട് കയറ്റി. എന്നിട്ടൊരു മാങ്ങയൊക്കെ ചെത്തിയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.